ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ ശരിക്കും നിങ്ങളെ ഒത്തിരി മിസ് ചെയ്തു. ലൈവ് ഒന്നും വരാൻ പറ്റാത്തതിൽ ഒരുപാട് മിസ് ചെയ്തു. ആൻഡ് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10-12 ദിവസമായി എന്തെങ്കിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. സോ അതുകൊണ്ടാണ് കുറച്ച് നാൾ വരാതിരുന്നത്, വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റാതിരുന്നത്. സോ ലൈക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറയാനുണ്ട്, പതുക്കെ റിവീൽ ചെയ്യാം. ആൻഡ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി കമൻറ്റ്സ്, എല്ലാ വീഡിയോയുടെ അടിയിലും കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ചേച്ചി എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ചേച്ചിയെ കാണുന്നില്ലല്ലോ, ചേച്ചിയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് എനിക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതിൽ എല്ലാവരും വന്നിട്ട് ചേച്ചി കുറേ ദിവസമായാലോ കണ്ടിട്ട്, വീഡിയോസ് ഇട്ടിട്ട് കുറേ ദിവസമായാലോ, എന്ത് പറ്റി, എന്താ കാര്യം, എന്താ അപ്ഡേറ്റ്സ്, വയ്യാതായോ, എന്ത് പറ്റി, ഇങ്ങനെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. ചില സമയത്തൊക്കെ ലൈക്ക് നമ്മളെ പറ്റി ഒന്നും ചോദിക്കാൻ അന്വേഷിക്കാനൊക്കെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിഷമിച്ച കുറേ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് കാണാതായാലും നമ്മളെ മിസ് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമ്മളെപ്പറ്റി അന്വേഷിക്കാൻ ആൾക്കാരുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ട്. സോ ഭയങ്കര സന്തോഷമായി എനിക്ക്. സോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കുറേ സംസാരിക്കേണ്ട, അതൊക്കെ ഞാൻ ലൈവിൽ വന്ന് സംസാരിക്കാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ ഡെയിലി യൂട്യൂബ് തുറക്കുമ്പോൾ എനിക്ക് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു എന്താണ്, ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടു. കുറേ ചാനൽസ്, ഇപ്പം ഞാൻ ഒരു വീഡിയോ അത് കണ്ടപ്പോൾ അതിനെപ്പറ്റി തന്നെ വീണ്ടും നമുക്ക് സജഷൻസ് വരുമല്ലോ കുറേ ചാനലിൽ നിന്ന്. അപ്പം അങ്ങനെ ഞാനൊരു 2-3 വീഡിയോസ് ഇതിനെപ്പറ്റി കണ്ടു. ലൈക്ക് ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുള്ള ആ നമ്പറിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ കുറച്ച് കണ്ടു നോക്കി. സോ ഈ സംഭവം ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കുറേ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. സോ ഈ 1176 എന്ന് പറയുന്നൊരു നമ്പർ, ഇറ്റ്സ് എൻ ഏഞ്ചൽ നമ്പർ. അതായത് എ മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ലൈക്ക് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം നടക്കുന്നതിൻ്റെ സൂചനകളായിട്ടാണ് നമുക്ക് ഈ നമ്പറൊക്കെ നമ്മുടെ കണ്ണിൽ കാണിച്ചു തരുന്നതെന്നൊക്കെ പറയും. ഇപ്പോൾ ലൈക്ക് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1176 നമ്പർ നമ്മുടെ കണ്ണിൽ വിട്ടു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബുക്കിലോ എന്തിലെങ്കിലും നമുക്ക് ഈ 1176 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സൈൻ. ലൈക്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ച, നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ നമ്മളൊരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നു ഉടനെ എന്നുള്ളതിൻ്റെ ഒരു സൈൻ ആയിട്ടാണ് ഈ 1176 ഏഞ്ചൽ നമ്പറിനെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആക്സിഡൻ്റലി ആ നമ്പർ കാണുവാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ആ നമ്പർ എഴുതി വെക്കുവാണെങ്കിലും വളരെ നല്ലൊരു കാര്യമായിട്ടാണ്, മീൻസ് ഞാൻ ഈ നോക്കിയപ്പോൾ മൊത്തത്തിൽ ഞാൻ കണ്ടത്. എനിക്കറിയില്ല, ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വീഡിയോസൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കി എനിക്കൊരു റിസൾട്ട് കിട്ടുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇനി അധികം ലാഗ് ആക്കുന്നില്ല, ഈ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലൈക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പേപ്പർ എടുക്കുക. ലൈക്ക് റൂൾഡ് പേപ്പർ ആവരുത്, അതായത് വരയുള്ള പേപ്പർ ആവരുത്, വരയില്ലാത്തൊരു പേപ്പർ എടുക്കണം. എന്നിട്ട് അതിൽ നമുക്ക് വേണ്ട കാര്യം എന്താണോ, ലൈക്ക് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നാണ് തോന്നുന്നെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചു എന്ന് എഴുതി വെക്കുക പേപ്പറിൽ. ഇല്ല, എനിക്ക് ഒരു 10,000 രൂപയാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു 50,000 രൂപയാണ് വേണ്ടതെങ്കിൽ എനിക്ക് 50,000 രൂപ ലഭിച്ചു എന്നൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ എനിക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ വണ്ടി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത് എങ്കിൽ ഞാനൊരു കാറ് വാങ്ങിച്ചു, ഞാനൊരു വീട് വാങ്ങിച്ചു എന്ന് എഴുതാം. അറ്റ് എ ടൈം ഒരു വിഷ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ നടക്കേണ്ട ഒരു വിഷ്, ഇപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്കിപ്പോൾ ഒരു കാറ് വാങ്ങിക്കണം എന്നാണ് എൻ്റെ വിഷയെങ്കിൽ ഞാൻ കാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഒരു വിഷ് മാത്രം. എന്നിട്ട് നമ്മുടെ വിഷ് എഴുതിയതിന് ശേഷം, അതായത് വിഷായിട്ടല്ല എഴുതേണ്ടത്, നമ്മൾക്ക് ലഭിച്ചു അല്ലെങ്കിൽ ഞാൻ സാധിച്ചു, ഞാൻ നേടി എന്നാണ് എഴുതേണ്ടത്. അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ പോലെയാണ് നമ്മൾ എപ്പോഴും അതിൽ എഴുതേണ്ടത്. അല്ലാതെ എനിക്ക് വേണം എന്നല്ല എഴുതേണ്ടത്. ഞാൻ കാറ് വാങ്ങിച്ചു എന്നാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് 10,000 രൂപ ലഭിച്ചു എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് അതിൻ്റെ തൊട്ടടിയിലായിട്ട്
താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 തവണ എഴുതുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഈ 11176 എന്ന നമ്പറും കൂടെ വലുതാക്കി എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെൻ നമ്മൾ യൂസ് ചെയ്യുന്ന പെന്ന് ബ്ലാക്ക് പെന്നാവരുത്. ബാക്കി ഏത് കളർ കൊണ്ട് വേണമെങ്കിലും എഴുതാം. ബ്ലൂ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഏത് കളർ കൊണ്ട് വേണമെങ്കിലും എഴുതാം. പക്ഷെ ബ്ലാക്ക് കളർ കൊണ്ട് മാത്രമേ എഴുതരുത്. ഇങ്ങനെ എഴുതിയിട്ട് ഈ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങുന്നതിൻ്റെ തലയണയുടെ അടിയിലോ അങ്ങനെ ആയിട്ട് വെക്കുക. ഇപ്പോൾ തലയണ അടിയിൽ വയ്ക്കാൻ, ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ തലയണ അടിയിലൊന്നും വയ്ക്കാൻ പറ്റില്ല, ചിലപ്പോൾ അതൊക്കെ വലിച്ചു കീറി പോവും. സോ അങ്ങനെയുള്ളവർ അലമാരിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചെടുത്ത് വെക്കുക. തലയണയുടെ അടിയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇല്ലെങ്കിൽ അലമാരിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഇത് നമ്മൾ ഡെയിലി ഒരു 2-3 നേരമെങ്കിലും ഡെയിലി വായിക്കണം. ലൈക്ക് രാവിലെ ഒരു വട്ടം എടുത്ത് വായിക്കുക. ലൈക്ക് അപ്പം ഞാൻ കാറ് വാങ്ങി എന്ന് വായിക്കുക. ഉച്ചയ്ക്കും ഒരു വട്ടം കൂടി അത് തന്നെ നമ്മൾ എഴുതിയത് എന്താണോ അത് വായിക്കുക. വൈകിട്ടും വായിക്കുക. അങ്ങനെ നമുക്ക് എപ്പോഴൊക്കെ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ എടുത്തിട്ട് ഇത് വായിക്കണം. അതായത് എനിക്കിത് ലഭിച്ചു, എനിക്കിത് കിട്ടി എന്നാണ് നമ്മളിങ്ങനെ മൈൻഡിൽ വായിച്ചുകൊണ്ടിരിക്കണം. അതൊരു ഒരു ദിവസം ഒരു 3-4 തവണയൊക്കെ എടുത്ത് വായിക്കുക. വായിച്ചിട്ട് എങ്ങനെയാണോ മടക്കി അതുപോലെ തന്നെ തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് തിരിച്ചു വയ്ക്കുക. പിന്നെയും എടുത്ത് വായിക്കുക, ഫോൾഡ് ചെയ്ത് തിരിച്ചു വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ഇത് നമ്മൾ ചെയ്തിട്ട് 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം നമുക്കിത് സാധിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് അനുഭവമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്രതം എടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് ചെയ്യണമെന്നോ ഇന്നൊരു സമയത്ത് ചെയ്യണമെന്നോ രാഹുകാലത്ത് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒന്നുമില്ല. നമ്മളിപ്പോൾ കുളിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ സംഭവം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പീരീഡ്സ് ആയിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ കൃത്യമായിട്ടൊരു സമയമില്ല, ഇപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യണം അങ്ങനെയൊന്നും കൃത്യമായിട്ട് സമയമില്ല. നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ ഇത് എഴുതി വെക്കുക, മടക്കി എടുത്ത് വെക്കുക, തലനാടിയിലോ അലമാരിലോ എവിടെയെങ്കിലും എടുത്ത് വെക്കുക. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എടുത്തെടുത്ത് വായിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ച് മടക്കി വയ്ക്കുക. അങ്ങനെ പ്രത്യേകിച്ച് വ്രതമോ സമയമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴാണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാനും ഇതുപോലെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. കുറേ പേര് വീഡിയോസും അതിൻ്റെ ഇടയിൽ കമൻറ്റും വായിച്ചപ്പോൾ എനിക്കൊരു ത്വരയായി എന്തായാലും ചെയ്ത് നോക്കാന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ചെറിയ എന്തെങ്കിലും കാര്യം വിചാരിക്കാം, നടന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ കാര്യങ്ങൾ വിചാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പർ എടുത്തു, ഒരു വൈറ്റ് പേപ്പർ എടുത്തു. അതിൽ ഞാനിങ്ങനെ എഴുതി എനിക്ക് 10,000 രൂപ ലഭിച്ചു എന്ന് ഞാൻ എഴുതി. താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 പ്രാവശ്യം എഴുതി. ആൻഡ് ദിസ് ഏഞ്ചൽ നമ്പർ 11176 അതും എഴുതി. ഞാൻ ഫോൾഡ് ചെയ്ത് എൻ്റെ പില്ലോയുടെ അടിയിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പറ്റുന്ന സമയത്തൊക്കെ എടുത്ത് വായിക്കാറുണ്ട് അത് ഞാൻ. അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു ദിവസം, അതായത് ഞാനിപ്പോൾ ഇന്നാണ് ഇത് 3-ാമത്തെ ദിവസമാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതിൻ്റെ. ഞാനിത് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ യൂഷ്വലി ഓഫീസിൽ പോകുന്ന പോലെ പോയി തിരിച്ചു വന്നു. അതുപോലെ ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ എടുത്ത് വായിച്ചു. സെക്കൻഡ് ഡേ ഞാൻ ഇതുപോലെ വെളിയിലോട്ട് പോയപ്പോൾ, അതായത് ജോലിക്ക് പോയപ്പോൾ ബസ്സിൽ വെച്ചിട്ട് ഒരു വയസ്സായ ഒരു അമ്മമ്മ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് മോളെ ലോട്ടറി എടുക്കുന്നു ഇങ്ങനെ ബസ്സിലിങ്ങനെ കൊണ്ടുവരുമല്ലോ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിച്ചു മോളെ ഒരു ലോട്ടറി എടുക്കുന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ യൂഷ്വലി അങ്ങനെ ഭയങ്കരമായിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാളൊന്നുമല്ല. ഇപ്പം ലൈക്ക് ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ ഒന്നൊന്ന് ചുമ്മാ എടുക്കും, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ലോട്ടറി എടുക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ അമ്മമ്മ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പാവം തോന്നി. അയ്യോ പാവം അമ്മമ്മ, എന്തായാലും എടുത്തേക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ച്. എന്നിട്ട് ഈ അമ്മമ്മ എനിക്ക് എടുക്കാൻ പറഞ്ഞിട്ടപ്പോൾ ഞാൻ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് 2 ലോട്ടറി എടുത്തു. 2 ലോട്ടറി എടുത്ത് ഞാൻ ബാഗിൽ വെച്ചു. അപ്പോഴെൻ്റെ ഉള്ളിൽ ഈ തോട്ടൊന്നും പോകുന്നില്ല. അത് നിങ്ങൾ ആലോചിക്കണം, എനിക്കിതൊന്നും പോകുന്നില്ല. അപ്പോൾ 2 ലോട്ടറി എടുത്ത് ഞാൻ ബാഗിൽ വെച്ചു. ഞാൻ വൈകിട്ട് വീണ്ടും വന്നു, ഞാൻ എഴുതി വെച്ചതെടുത്ത് വായിച്ചു. നെക്സ്റ്റ് ഡേ ഈ ലോട്ടറി റിസൾട്ട് നെക്സ്റ്റ് ഡേ 3 PM എടുക്കുന്നത്. നെക്സ്റ്റ് ഡേ ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നു, ഞാൻ 2 ലോട്ടറി എടുത്തായിരുന്നല്ലോ, ഒന്ന് റിസൾട്ട് നോക്കിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എടുത്ത 2 ടിക്കറ്റിലും എനിക്ക് 5,000 വെച്ചിട്ട് അടിച്ചു. എനിക്ക് 10,000 rupees അടിച്ചു. ഐ വാസ് ലൈക്ക് എന്താ എനിക്ക് അറിയണ്ട, എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഇത് സത്യമാണോ ഉള്ളതാണോ എന്ന്. ലൈക്ക് 10,000 രൂപ അങ്ങനെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ
അടിച്ചു. അപ്പോഴാണ് ഞാൻ ഇതെടുത്ത് വായിക്കുമ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ സെയിം കാര്യമാണല്ലോ ഞാനിവിടെ എഴുതിയിട്ടുള്ളതെന്ന്. എനിക്ക് 10,000 രൂപ ലഭിച്ചു എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് ഏത് വഴിക്കാണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഞാൻ എടുത്ത 2 ലോട്ടറിക്ക് ഞാൻ 50, 100 രൂപയ്ക്ക് 2 ലോട്ടറി എടുത്തിട്ട് എനിക്ക് 10,000 രൂപ കിട്ടി. ഞാൻ സത്യം പറഞ്ഞാൽ 2 മിനിറ്റ് ഭയങ്കരമായിട്ട് ഷോക്കായി തന്നെ ഇങ്ങനെ ഇരുന്നു. ഇത് ശരിയാണോ, സംഭവം വർക്കായല്ലോ, സംഭവിച്ചല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഞാനിരുന്നു. സോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇത് നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. കാരണം ചെറിയ സംഭവം അല്ലല്ലോ അവിടെ. ഇപ്പം നമ്മളിങ്ങനെ എഴുതി, ഞാൻ എന്നിട്ട് വിചാരിച്ചു 50,000 രൂപ എന്ന് എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 50,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. സോ ഞാൻ എന്തായാലും ഇനി എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്തായാലും ഉറപ്പായിട്ടും. കാരണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ളതിന് ഉദാഹരണമാണ്. അപ്പോൾ എനിക്ക് സംഭവം വർക്കൗട്ടായി 10,000 രൂപ എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനിത് ഇവരുടെ അടുത്തുകൂടെ ഷെയർ ചെയ്തോളാം, നടക്കുന്ന കാര്യമാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഷെയർ ചെയ്തുവിടാൻ തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. സോ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കാണും, ഉറപ്പാണത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, അതെനിക്കറിയില്ല. ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കിത് കിട്ടിയത്. ചെറിയ ഒരു ഇതായതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ തോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല, ഇതുകൊണ്ടാണോ എന്താണ് സംഭവം. പിന്നെ ഞാൻ വീണ്ടും എടുത്തിട്ട് ഇത് വായിച്ചു നോക്കിയപ്പോൾ ഇത് തന്നെയാണല്ലോ ഞാൻ എഴുതിയിട്ടുള്ളത്. 10,000 രൂപ 5,000 ആയിട്ട് എനിക്ക് കിട്ടി. സോ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങളുടെ അടുത്ത് എന്തായാലും ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ ആക്ച്വലി ഈ സംഭവം വർക്കൗട്ടായി ലൈക്ക് ഞാൻ ലോട്ടറി കൊണ്ടുപോയി മാറ്റി 10,000 രൂപ വാങ്ങിച്ച് ഞാൻ ഉടനെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മയെ അനിയത്തിയൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇങ്ങനെ കിട്ടും. ഞാനെന്നിട്ട് അവരുടെ അടുത്തും കൂടെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സെറ്റ് ആവുകയാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ സംഭവം അടിപൊളിയാണ്, വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസ ചിലവുള്ള ഒരു കാര്യവും ഇല്ല. പാനും പേപ്പറൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ പാനും പേപ്പറും വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. പിന്നെ നമ്മുടെ ഫുൾ മനസ്സിൻ്റെ ഇതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുക എനിക്ക് കിട്ടി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാൻ നേടി ലഭിച്ചു എന്ന് തന്നെ ഉള്ളിൽ വിചാരിക്കണം. അല്ലാതെ ഇപ്പോൾ ഉള്ളിൽ ലൈക്ക് ഇങ്ങനെ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വേണം. നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിനോട് ട്രസ്റ്റ് വേണം. ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും എന്നുള്ളതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. ഞാൻ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് വെളി വന്നിട്ടില്ല. ഞാനും ഇനി എന്തായാലും പറ്റുമ്പോഴൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കും. ഇനി വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതി നോക്കി അതൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ അതും വന്ന് പറയാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പൈസ ചിലവിൻ്റെ ഒരു കാര്യമില്ല. നമ്മൾ ഒരു പേപ്പറും പാനും എടുക്കുക, ഇത് എഴുതി വയ്ക്കുക, സെറ്റാക്കുക, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, ഇത് തന്നെ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും പ്രത്യേകിച്ച് ചിലവില്ലാത്തൊരു കാര്യമാണ്. എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച കുഞ്ഞു കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അറിയിക്കുക. ആൻഡ് ഓൾസോ ഈ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേറെ കമൻറ്റ്സ് കണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്, എനിക്ക് സക്സസ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ ഇത് ഉള്ള സംഭവമാണ്. ഇത് പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായാലും ഇത് വർക്കൗട്ട് ആവുന്ന ഒരു സംഭവം തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു സംഭവം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ നമുക്ക് വഴിയെ പറയാം. ഞാൻ ലൈവിലൊക്കെ വന്ന് നമുക്ക് സംസാരിക്കാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അല്ല, സത്യം പറഞ്ഞാൽ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ജാക്ക് പോട്ട് തന്നെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു വലിയ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ആൻഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, comment and subscribe. Bye. Love you all. Take care.